നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യം പറഞ്ഞതായിരിക്കും അവസാനം നടക്കാൻ പോകുന്നത്. ശരത് എന്ന ക്രിമിനൽ അവന്റെ എല്ലാ കുറവുകളോടും കൂടി പോലീസിൽ കീഴടങ്ങേണ്ടി വരും. ഏട്ടത്തിന്റെ ശ്രമങ്ങളൊക്കെ വിജയിക്കട്ടെ. ദേ കൂടെ ഞാനുണ്ട്. അതാ എന്റെ ശക്തി. ഇത് കയ്യിൽ വെച്ചോളൂ സ്വാമി. ഇതെന്തിനാ സാറേ? ഞാൻ പറഞ്ഞതൊക്കെ താൻ മറന്നോ? തമിഴ്നാട്ടിലേക്ക് പോകാനുള്ള കാശാണ്. ആ സ്ഥലം എത്രയും വേഗം വിൽക്കണം. അയ്യോ, അതിന് ഞാൻ അവിടെ പോകണമെന്നുണ്ടോ സാറേ? അവിടെ 1-2 ബ്രോക്കർമാരെ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. ആള് വന്നാലേ അവര് വിളിക്കും. അപ്പ പോയാ പോരെ? അതൊന്നും ശരിയാവില്ല സ്വാമി. നമ്മൾ നേരിട്ട് പോകുന്നത് പോലെ ആവില്ലാതെ സ്വാമി തന്നെ പോകണം. എന്നാലേ എനിക്കൊരു സമാധാനം ഉണ്ടാവും. സാറിന് അത്ര നിർബന്ധമാണെങ്കിൽ ഞാൻ പോവും. എന്താ സ്വാമിക്കൊരു മനംമാറ്റം? ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ തിരിച്ചൊന്നും പറയാതെ ചാടിക്കേറി അനുസരിക്കുന്ന ആളായിരുന്നല്ലോ. ഇപ്പൊ എന്തു പറ്റി? ആ സ്ഥലം സ്വാമിയുടെ പേരിലായതുകൊണ്ടാണോ വിൽക്കാനൊരു മടി? അയ്യോ സാർ, അങ്ങനെയൊന്നുമല്ല. എന്നെ സാർ അങ്ങനെ കരുതിയിരിക്കണം. ഞാൻ സാറിൻ്റെ ഒരു സേവകം മാത്രമല്ലേ. അങ്ങനെ ഒരു ഭൂമി എൻ്റെ പേരിൽ ഉണ്ടെന്ന് പോലും ഞാൻ ഓർക്കാറില്ല. കഷ്ടമാണ് എന്നെ സംശയിക്കുന്നത്. മനുഷ്യനല്ലേ സ്വാമി, എപ്പോഴാ മനസ്സ് മാറുക എന്ന് പറയാൻ പറ്റില്ലല്ലോ. കൂടെ നിന്നവരെല്ലാം എന്നെ ചതിച്ചിട്ടേ ഉള്ളൂ. എൻ്റെ സ്വന്തം മോള് പോലും എന്നോട് അങ്ങനെയാണ് ചെയ്തത്. ആകെയുള്ള ആശ്വാസം ഇപ്പൊ സ്വാമി മാത്രമാണ്. പണവും സ്വത്തും ഏതൊരാളുടെയും മനസ്സ് മാറ്റും സ്വാമി. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചോദിച്ചത്. മറ്റുള്ളവരുടെ ലിസ്റ്റിൽ എന്നെ പെടുത്തണ്ട സാറേ. ഞാൻ സാറിന് ഒരിക്കലും ചതിക്കില്ല. സത്യം പറഞ്ഞാൽ ഇവിടുന്ന് പോകാനുള്ള മടികൊണ്ടാ ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇനി അതൊന്നും കാര്യമാക്കണ്ട. ഇന്ന് തന്നെ ഞാൻ പുറപ്പെടാം. ഇനി ഞാൻ തിരിച്ചു വരുന്നത് ആ സ്ഥലത്തിന്റെ കാര്യത്തിൽ 2-1 തീരുമാനിച്ചിട്ടാവും. നല്ലത് സ്വാമി. ഇപ്പൊ സ്വാമിയേ ഉള്ളൂ എനിക്ക് തുണയ്ക്കാൻ. ഇപ്പോൾ സ്വാമി എന്നെ സഹായിക്കേണ്ട സാഹചര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ നിർബന്ധിക്കുന്നത്. ഞാൻ പറഞ്ഞത് സ്വാമിക്ക് വശമായിട്ടുണ്ടെങ്കിൽ അതങ്ങ് മറന്നേക്കാം. സാർ എൻ്റെ അടുത്ത് ക്ഷമ ചോദിക്കുക. അത് വേണ്ട സാറേ, അങ്ങനെയൊന്നും ചെയ്യരുത്. സാറ് തല്ലിയ പോലും മറുത്തൊരു അക്ഷരം പറയാതെ ഞാൻ നിന്ന് കൊള്ളു. അതിനുള്ള ബാധ്യത എനിക്കുണ്ട്. സാറ് കണ്ടോ, ഒരു നല്ല വാർത്തയായിട്ടായിരിക്കും ഞാൻ തിരിച്ചു വരുന്നത്. കുറെ നേരം ഞാൻ വിളിക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ ഓട്ടത്തിലായിരുന്നു. കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ നടത്തേണ്ടേ? അത് പറയാനാ ഞാൻ വിളിച്ചത്. മിക്കവാറും കല്യാണം മാഷേട്ടൻ തന്നെ നടത്തിത്തരും. സമ്മതിച്ചോ? ഏതാണ്ട് സമ്മതിച്ച മട്ട. എന്തു പറ്റി പെട്ടെന്ന് മനസ്സ് മാറാൻ? ഞാൻ വാശി പിടിച്ച് നിൽക്കുന്നുണ്ടായിരിക്കും. ഇറങ്ങിപ്പോയ നാണക്കേടല്ലേ, അതൊഴിവാക്കാനായിരിക്കും. അതേതായാലും നന്നായി. അപ്പോ കല്യാണം കഴിഞ്ഞാ വേണമെങ്കിൽ നമുക്ക് ആ വീട്ടിൽ താമസിക്കാമല്ലോ. താമസിക്കാം. വെറുതെ വാടകയ്ക്ക് വീടെടുത്ത് ആകാശ കളയണ്ട. അപ്പൊ അമ്മായിയെ നമുക്ക് മാഷേട്ടിനൊപ്പം പറഞ്ഞുവിടാം. ഇതിപ്പോ ഞാനിവിടെ തനിച്ചായതുകൊണ്ടാണല്ലോ അമ്മായി ഇവിടെ നിൽക്കുന്നേ. എനിക്ക് കൂട്ടിവിടെ ആളുണ്ടെങ്കിൽ അമ്മായി എന്തിനാ? അമ്മായി പോവും. അപ്പോ നമ്മൾ ആഗ്രഹിക്കുന്ന വഴി അവരൊക്കെ വരാൻ തുടങ്ങി എന്ന് വിചാരിക്കാം. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. എന്റെ ഭാഗം ക്ലിയർ ആവുമ്പോ ശരവണന്റെ ഭാഗവും ക്ലിയർ ആയിരിക്കണം. കല്യാണത്തിന് ഒരു തടസ്സവും ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവാൻ പാടില്ല. എന്ത് തടസ്സം ഉണ്ടാകാൻ? വേറൊന്നുമല്ല, ശരത്തുണ്ട്. അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്താലോ? അവനെന്ത് ചെയ്യാൻ? അതോർത്ത് പൊന്നുമണി പേടിക്കണ്ട. നമ്മുടെ കല്യാണം മുടക്കാൻ ആര് വിചാരിച്ചാലും സാധിക്കില്ല. സാധിക്കരുത്. അറിയാലോ, എന്റെ മാത്രം തീരുമാനം ഇത്.
അമ്മായിക്കും മാഷേട്ടനും ഈ ബന്ധം ഒട്ടും ഇഷ്ടമല്ല. കല്യാണം മുടങ്ങുന്ന സാഹചര്യം ഉണ്ടായാ അവര് പരിഹസിച്ച് ചിരിക്കും. അതിനുള്ള ഇടയുണ്ടാവരുത്. ഇല്ലെന്നേ, എന്നെ പൊന്നുമണിക്ക് വിശ്വാസമില്ലേ? വിശ്വാസമൊക്കെ ഉണ്ട്. അതുകൊണ്ടാണല്ലോ ശരവണൻ പറയുന്നത് പോലെ ഞാൻ അനുസരിക്കുന്നത്. ആ വിശ്വാസം അതുപോലെ നിൽക്കാൻ ശരവണന്റെ ഭാഗത്തുനിന്നും ശ്രമങ്ങൾ ഉണ്ടാവണം. ഒറ്റ വാക്കി പറഞ്ഞ എനിക്ക് നാണക്കേടാവരുത് ഈ ബന്ധം. ഒരിക്കലുമില്ല, അങ്ങനെ സംഭവിക്കുകയില്ല. എന്നാ നമ്മൾ വിചാരിക്കുന്നത് പോലെ എല്ലാം നടക്കും. വെക്കട്ടെ. ശരി പൊന്നു. ശരി.